അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം സൂറത്തുൻ നജ്മിലെ 1 മുതൽ 26 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ മഹാന്മാരെ മധ്യവർത്തികളായി സ്വീകരിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസ്ഥയെ, വിഗ്രഹാരാധനയെ, ബഹുദൈവാരാധനയെ വിമർശിച്ചുകൊണ്ടുള്ള വചനങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആകാശലോകങ്ങളിൽ ഒരുപാട് മലക്കുകളുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ, അതുതന്നെ അവൻ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ അവരുടെ ശുപാർശ ഫലം ചെയ്യുകയില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി. ഇൻഷാ അല്ലാഹ് ഇനി തുടർന്നുള്ള ആയത്തുകളാണ് നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين لا يؤمنون بالآخرة ليسمون الملائكة تسمية الأنثى. ഇന്നല്ലദീന, തീർച്ചയായും അല്ലദീന ഒരു വിഭാഗം. എന്താണ് അവരുടെ പ്രത്യേകത? ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കാത്തവരാണ്. ആമന യുഅ്മിനു ഈമാനൻ. ലാ യുഅ്മിനൂന ബിൽ ആഖിറതി, പരലോകത്തിൽ, ആഖിറത്ത് പരലോകം, പരലോകത്തിൽ വിശ്വസിക്കാത്തവർ തീർച്ചയായും ലയുസമ്മൂന, അവർ പേരു നൽകുന്നു. സമ്മ യുസമ്മി തസ്മിയതൻ. സമ്മ എന്ന് പറഞ്ഞാൽ പേര് നൽകുക, ഇസ്മ നൽകുക. ലയുസമ്മൂൻ, അവർ പേര് നൽകുന്നു. അൽ മലായികത, മലക്കുകൾക്ക്. തസ്മിയത്തൽ ഉൻസ, സ്ത്രീകൾക്ക് പേരിടുന്നത് പോലെ, പെൺകുട്ടികൾക്ക് പേരിടുന്നത് പോലെ അവർ മലക്കുകൾക്ക് പേരു നൽകുന്നു. തസ്മിയത്ത് പേര് നൽകൽ. സമ്മ യുസമ്മി തസ്മിയത്തൻ. ലയുസമ്മൂനൽ മലായികത തസ്മിയത്തൽ ഉൻസ. ഉൻസ എന്ന് പറഞ്ഞാൽ ഇനാസ്, സ്ത്രീകൾ, പെൺകുട്ടികൾ. പെൺകുട്ടികൾക്ക് പേരിടുന്നത് പോലെ അവർ മലക്കുകൾക്ക് പേരിടുന്നു. അപ്പോൾ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മക്കാ മുശ്രിക്കുകളെയാണ്. അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു, എന്നാൽ അവരിൽ മഹാഭൂരിപക്ഷവും പരലോകത്തിൽ വിശ്വസിക്കാത്തവരായിരുന്നു. അത് സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നവരായിരുന്നു. അപ്പോൾ പരലോകത്തിൽ വിശ്വസിക്കാത്തവർ മലക്കുകൾക്ക്, പെൺകുട്ടികൾക്ക് പേരിടുന്നത് പോലെ പേരിടുന്നു. അതിലൊന്നാമത്തത്, പൊതുവെ മക്കാ മുശ്രിക്കുകളും മഹാഭൂരിപക്ഷം ആളുകളും പരലോകത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിൽ വിശ്വസിക്കാത്തവരാണ്. രണ്ടാമത്തത്, ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഖിയാമത്ത് നാളിനെ ഭയപ്പെടാത്ത, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരാണ്. ഷിർക്കിലേക്കും കുഫറിലേക്കും ഹറാമുകളിലേക്കുമൊക്കെ പോകുന്നത്.
അവർ യഥാർത്ഥത്തിൽ പരലോകത്തിൽ വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും ഇത്തരത്തിലുള്ള തിന്മകളിലേക്ക് പോകുമായിരുന്നില്ല. അങ്ങനെയും അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ച് പറയുകയാണ്. അവർ മലക്കുകൾക്ക് പെൺകുട്ടികൾക്ക് പേരിടുന്നത് പോലെ പേരിട്ടു. നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചതുപോലെ ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയവ, അതേപോലെ തന്നെ വേറെയും പല ദൈവങ്ങൾ, അതിലൊക്കെ താഇൻ്റെ സ്ത്രീലിംഗത്തിൻ്റെ താ ഉപയോഗിച്ചുകൊണ്ട് അള്ളാ എന്നതിന് താ കൊടുത്തുകൊണ്ട് അല്ലാത്ത്, അസീസ് എന്നതിന് താ കൊടുത്തുകൊണ്ട് ഉസ്സ, മന്നാൻ എന്നതിന് താ കൊടുത്തുകൊണ്ട് മനാത്ത്, സ്ത്രീലിംഗ രൂപങ്ങളാണ്. അതേപോലെ തന്നെ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. പല മലക്കുകൾക്കും അവർ അങ്ങനെ സ്ത്രീകൾക്ക് നൽകുന്ന പേരുകൾ നൽകി വിളിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഖുറാഫാത്തിനെ, അന്ധവിശ്വാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വിമർശിക്കുകയാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, وَمَا لَهُم بِهِ مِنْ عِلْمٍ إِنْ يَتَّبِعُونَ إِلَّا الظَّنَّ وَإِنَّ الظَّنَّ لَا يُغْنِي مِنَ الْحَقِّ شَيْئًا. وَمَا لَهُم അവർക്കില്ല, ബിഹി അതിനെ സംബന്ധിച്ച്, മിൻ ഇൽമിൻ യാതൊരു അറിവുമില്ല, ഇൻ യത്തബിഊന അവർ പിന്തുടരുന്നില്ല, ഇത്തബഅ യത്തബിഉ ഇത്തിബാഅൻ പിന്തുടരുക, ഇൻ യത്തബിഊന അവർ പിന്തുടരുന്നില്ല, ഇല്ലല്ലന്ന ഊഹത്തെയല്ലാതെ, ലന്ന് ഊഹം, ലന്ന യദുന്നു ലന്നൻ, ഇല്ലല്ലന്ന ഊഹത്തെയല്ലാതെ അവർ പിന്തുടരുന്നില്ല. വ ഇന്നല്ലന്ന എന്നാൽ ഊഹമാകട്ടെ, വ ഇന്ന അല്ലന്ന ഊഹമാകട്ടെ, ലാ യുഗ്നി ഉപകാരപ്പെടുകയില്ല, അഗ്ന യുഗ്നി ഉപകാരപ്പെടുക, ലാ യുഗ്നി മിനൽ ഹഖ് സത്യവുമായി ഷൈഅൻ ഒന്നും തന്നെ ഉപകാരപ്പെടുത്തുന്നില്ല ഊഹം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹ അൻതും വ ആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ ഇൻ യത്തബിഊന ഇല്ലല്ലന്ന വമാ തഹവൽ അൻഫുസ്. ഇത്തരം വിഷയങ്ങളിലൊന്നും പ്രമാണങ്ങളൊന്നും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. നമുക്കറിയാം, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ, അമ്പിയാക്കളെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവരുടെ വക ഒരുപാട് ന്യായങ്ങൾ പറയാറാണ് പതിവ്. ആയത്തുകൾ ഓതാറില്ല, ഹദീസുകൾ പറയാറില്ല, പ്രമാണങ്ങൾ ഉദ്ധരിക്കാറില്ല. ഇനി ഉദ്ധരിച്ചാൽ തന്നെ നബിയോ സഹാബികളോ വിശദീകരിക്കാത്ത വിശദീകരണങ്ങൾ പറയുകയാണ് ചെയ്യാറുള്ളത്. ചുരുക്കത്തിൽ എല്ലാവരും ഊഹത്തെ പിൻപറ്റുകയാണ് ചെയ്യുന്നത്. പല ആളുകളും പറയുന്ന ജൽപ്പനങ്ങളുടെ പിന്നാലെ പോവുകയാണ് ചെയ്യുന്നത്. പ്രമാണത്തെ അവർ പിൻപറ്റുന്നില്ല. മലക്കുകൾ പെൺമക്കളാണ് എന്നത് ഒരു ഊഹം, പെൺകുട്ടികൾക്ക് പേരിടുന്നത് പോലെ അവർക്ക് പേരിടൽ രണ്ടാമത്തത്, അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറയുമെന്ന് വിശ്വസിക്കൽ മൂന്നാമത്തത്, അതിന് അവർക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് അവർക്ക് നേർച്ചയാക്കിക്കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും എന്നത് നാലാമത്തത്. ഇങ്ങനെ തുടങ്ങി എന്തെല്ലാമാണോ അവർ വിശ്വസിക്കുന്നത് ഒന്നിനും പ്രമാണമില്ല. ഒക്കെ അവരുടെ ഊഹവും കേട്ടുകേൾവിയും നാട്ടുനടപ്പും മാത്രമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ ലഹും ബിഹി മിൻ ഇൽമിൻ അവർക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല. ബിഹി എന്ന് പറഞ്ഞാൽ ആ തസ്മിയത്ത് അല്ലെങ്കിൽ മലക്കുകൾക്ക് അങ്ങനെ പേര് കൊടുക്കുന്നത്, അതിനെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവുമില്ല. ഇൻ യത്തബിഊന ഇല്ലല്ലന്ന അവർ ഊഹത്തെയാണ് പിൻപറ്റുന്നത്. വ ഇന്നല്ലന്ന ലാ യുഗ്നി മിനൽ ഹഖ് ഷൈഅ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അസ്ലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെയും മനസ്സിലാക്കി തന്ന ഒരു അസ്ലാണ് ഈ ഒരു ആയത്തിൻ്റെ ഈ ഒരു ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇയ്യാക്കും വല്ലന്ന നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കണം. കാരണം ഫ ഇന്നല്ലന്ന അക്ദബുൽ ഹദീസ് വർത്തമാനങ്ങളിൽ ഏറ്റവും കളവായത് ഊഹിച്ചു പറയലാണ്. ഊഹവും സത്യവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല.
ഊഹത്തിനധികവും പ്രേരിപ്പിക്കുന്നത് പിശാചാണ് താനും. അപ്പോൾ ശൈത്താൻ്റെ പ്രേരണ കൊണ്ടാണ് പലരും ഊഹിക്കുന്നത്. സത്യവുമായി അതിന് യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, കളവുകളിൽ വെച്ച് ഏറ്റവും വലിയ കളവ് ഊഹിച്ചു പറയലാണ്. അതാണ് അക്ദബുൽ ഹദീസ്. വർത്തമാനത്തിൽ ഏറ്റവും മോശമായത് ഊഹിച്ചു പറയലാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ ഇന്നല്ലന്ന, നിശ്ചയം ഊഹം. അള്ളാഹുവാണല്ലോ ഇത് പറയുന്നത്. അള്ളാഹുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, നമ്മുടെ തോന്നലുകളെ സൃഷ്ടിച്ചത്. ഊഹിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവ് അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഇതെല്ലാം ചെയ്തത് അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹുവിന് ആധികാരികമായി പറയാൻ സാധിക്കും, വ ഇന്നല്ലന്ന ലാ യുഗ്നി മിനൽ ഹഖ് ഷൈഅ. അള്ളാഹു പറഞ്ഞു തരികയാണ്, സത്യവും മനുഷ്യൻ്റെ ഊഹവും തമ്മിൽ ബന്ധമില്ല, അത് അധികവും കളവാണ്. അതുകൊണ്ടാണ് മനുഷ്യരെ സംബന്ധിച്ച് തന്നെ ഊഹിക്കുന്നതിനെക്കുറിച്ച് ഖുർആനിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബു കസീറൻ മിനൽ-ളൻ ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ. വിശ്വാസികളെ, നിങ്ങൾ ഊഹത്തിൽ അധികവും ഒഴിവാക്കണം. കാരണം ചില ഊഹങ്ങൾ വമ്പിച്ച പാപം കൂടിയാണെന്ന്. വലിയ ഊഹിക്കൽ പോലും പാപമാണ്. ചില ഊഹങ്ങൾ പോലും പാപമാണ്. അവിടെ വ ഇന്ന ബഅദൽ-ളന്നി എന്നാണ് പറഞ്ഞത്, ഊഹിച്ചു പറയുന്നതിനെക്കുറിച്ചല്ല പറഞ്ഞത്. ആ ഊഹിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചുമല്ല പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഗൗരവം എത്രയായിരിക്കും? മറിച്ച് ചില ഊഹങ്ങൾ തന്നെ പാപമാണ്. അത് മനസ്സിൽ കൊണ്ട് നടക്കുന്നത്, കാരണം അങ്ങനെ ഒന്ന് കൊണ്ട് നടന്നാൽ ഓട്ടോമാറ്റിക് അവരുടെ വാക്കിലും പ്രവൃത്തിയിലും അത് പ്രകടമാകും. അതുകൊണ്ടത് വമ്പിച്ച കുറ്റമാണ്. ഇന്നല്ലന്ന ലാ യുഗ്നി മിനൽ ഹഖ്, ലാ യുഗ്നി, അത് ഉപകാരപ്പെടുകയില്ല, മിനൽ ഹഖ്, സത്യവുമായി, ഷൈഅൻ, ഒരു നിലക്കും ഒന്നും തന്നെ ഉപകാരപ്പെടുത്തുന്നില്ല ഊഹം. ഊഹം മാത്രമാണ്, സത്യവുമായി അതിന് ബന്ധമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. 29 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, فأعرض عمن تولى عن ذكرنا ولم يرد إلا الحياة الدنيا فأعرض. ആകയാൽ നബിയെ പിന്തിരിയുക. അറദ എന്ന് പറഞ്ഞാൽ പിന്തിരിയുക, അവഗണിക്കുക. അറദ യുരിദു ഇറാദൻ, അറദ യുരിദു ഇറാദൻ, അവഗണിക്കുക. ഫഅരിദ്, അതിനാൽ നബിയെ അവഗണിക്കുക അല്ലെങ്കിൽ പിന്തിരിയുക. ആരിൽ നിന്ന്? അൻ, ഒരാളിൽ നിന്ന്. മൻ, അവൻ്റെ പ്രത്യേകത തവല്ല, അവൻ പിന്തിരിഞ്ഞവനാണ്. അവൻ പിന്തിരിഞ്ഞവനാണ്, അതിനാൽ അവനിൽ നിന്നും പിന്തിരിയുക. തവല്ലായ തവല്ല, തവല്ലി. തവല്ല എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഏറ്റെടുക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ആ മുത്തവല്ലി എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആൾക്ക് വലി അല്ലെങ്കിൽ മുത്തവല്ലി എന്ന് പറയും. പിന്തിരിഞ്ഞു പോയ ആൾക്കും അതേ വാക്ക് ഉപയോഗിക്കും. തവല്ല, പിന്തിരിയുക. യതവല്ല, തവല്ലി. അൻ മൻ തവല്ല, പിന്തിരിഞ്ഞ ആളിൽ നിന്ന് നബിയെ താങ്കളും പിന്തിരിയുക. അവർ എന്തിൽ നിന്നാണ് പിന്തിരിഞ്ഞത്? അൻ ദിക്രിന, നമ്മുടെ ദിക്റിനെ തൊട്ട്. അൻ ദിക്രിന, ദിക്ർ എന്ന് പറഞ്ഞാൽ സ്മരണ. അള്ളാഹുവിൻ്റെ സ്മരണയെ തൊട്ട്, അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് പിന്തിരിഞ്ഞവരെ നബിയെ അവഗണിച്ച് കളയുക. വലം യുരിദ്, അവർ ഉദ്ദേശിച്ചിട്ടുമില്ല. അറാദ യുരീദു ഇറാദത്തൻ, അറാദ യുരീദു ഇറാദത്തൻ, വലം യുരിദ്, അവർ ഉദ്ദേശിച്ചിട്ടില്ല. എന്തിനെ അല്ലാതെ? ഇല്ലൽ ഹയാത്ത ദുനിയ, ഐഹിക ജീവിതത്തെ അല്ലാതെ. ഹയാത്ത് ജീവിതം, ദുനിയ ഐഹികം. ഐഹിക ജീവിതമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കാത്ത ആളുകളെ നബിയെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത, പരലോകത്തെ ഉദ്ദേശിക്കാത്തവർ പ്രവാചകനെ നിന്ദിക്കും, പരിഹസിക്കും, ഉപദ്രവിക്കും. പല പ്രയാസങ്ങളും അവരിൽ നിന്ന് ഉണ്ടാകും. എത്ര പറഞ്ഞു കൊടുത്താലും വിശ്വസിക്കാത്തൊരവസ്ഥയുണ്ടാകും. അവരെ സംബന്ധിച്ച് ആലോചിച്ചും കൂടുതൽ ബേജാറായും തൻ്റെ സമയത്തെ കളയേണ്ടതില്ല. മറിച്ച് സത്യവിശ്വാസികൾക്ക്
ഉപദേശങ്ങൾ ഉപകാരപ്പെടും. വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഉപദേശിക്കുക, വിശ്വാസികൾക്ക് ഉപദേശം ഫലം ചെയ്യും. അതുകൊണ്ട് തന്നെ വല്ലാതെ ധിക്കാരവും പരിഹാസവുമായി നടക്കുന്നവരെ ഉപദേശിക്കാം. പക്ഷേ അമിതമായ ഒരു ഉത്കണ്ഠയും ഒരു ബേജാറും അത്തരം ആളുകളുടെ വിഷയത്തിൽ വേണ്ടതില്ല. അതിലൂടെ ഒരുപാട് എനർജി നഷ്ടപ്പെടുത്തേണ്ടതില്ല. മറിച്ചു ഫഅരിദ്, അവഗണിക്കുക. അമ്മൻ തവല്ല അൻ ദിക്രിന, നമ്മുടെ ദിക്റിനെ അവഗണിച്ചവർ. ഇവിടെ ദിക്റ് കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിൻ്റെ സ്മരണയാണ്. അതിനപ്പുറത്ത് ദിക്റ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ എന്ന് പറയപ്പെട്ട ഖുർആനിനെ അവഗണിച്ചവർ. അതേപോലെ തന്നെ വഅലുകൾ, ഉപദേശങ്ങൾ. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാ. വഅല്, ഉപദേശം, അതും ദിക്റാണ്. ഇങ്ങനെ അള്ളാഹുവുമായി ബന്ധപ്പെട്ടതെല്ലാം ദിക്റാണ്. അതിനൊന്നും ഒരു പരിഗണന കൊടുക്കാതെ ഒരു നിലക്കും മതം അംഗീകരിച്ച് ജീവിക്കണമെന്ന് താല്പര്യമില്ലാത്ത, എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ചിലരുണ്ട്. അവരുടെ കൂടെ നിന്നുകൊണ്ട് കൂടുതൽ എനർജി കളയാതെ സത്യവിശ്വാസം സ്വീകരിക്കാനും പഠിക്കാനും താല്പര്യമുള്ള ധാരാളം ആളുകളുണ്ടാകും. അവരെ പരിഗണിക്കുക. പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്തത് ആ ഒരു പശ്ചാത്തലത്തിനാണ്. അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ദീന് പഠിക്കാൻ വേണ്ടി ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അബൂജഹൽ അടക്കമുള്ള മക്കയിലെ പ്രമാണിമാരായ ചിലരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മാറിയാലോ എന്നുള്ളൊരു നിയ്യത്തായിരുന്നു നബിയുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അവർ ധിക്കാരികളും താന്തോന്നികളുമായിരുന്നു. അപ്പോഴാണ് അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം പഠിക്കാൻ വേണ്ടി വരുന്നത്. പക്ഷെ ആ വന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് ഒരു ചെറിയൊരു അനിഷ്ടം തോന്നി. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ. അബസ, മുഖം ചുളിച്ചു. വതവല്ല, തിരിഞ്ഞു കളഞ്ഞു. അൻ ജാഅഹുൽ അഅമ, അന്ധനായ ആ മനുഷ്യൻ താങ്കളുടെ അടുക്കൽ വന്നപ്പോൾ. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, നബിയെ താങ്കൾക്ക് എന്തറിയാം, ആ വന്ന അന്ധനായ പാവപ്പെട്ട ആ മനുഷ്യൻ താങ്കളുടെ വയല് കേട്ട് ഉപദേശം കേട്ട് പരിശുദ്ധി പ്രാപിച്ചേക്കാം. എന്നാൽ അമ്മാമനിസ്തഗ്ന, സ്വയം ധന്യത നടിക്കുന്ന, പൊങ്ങച്ചം നടിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് പിന്നീട് അള്ളാഹു മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ഒരധ്യായം തന്നെ ഇതുപോലുള്ള പശ്ചാത്തലങ്ങളിൽ ഇറങ്ങിയതാണ്. അപ്പോൾ നാം ഏതൊരു വിഷയം സംസാരിക്കുമ്പോഴും പ്രബോധനം ചെയ്യുമ്പോഴും ആളുകളുടെ സ്വഭാവവും മറ്റും നോക്കി സമയവും എനർജിയും കളയുന്നതിൽ ശ്രദ്ധിക്കണം. ഫദക്കിർ ഇൻ നഫഅത്തി ദിക്റ, ഫദക്കിർ, ഉപദേശിക്കണം. ഇൻ നഫഅത്തി ദിക്റ, ഉപദേശം ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും. എന്നാൽ അത് ഉപകാരപ്പെടുകയില്ല എന്ന് തോന്നുന്നിടത്ത് അവിടെ മിണ്ടാതിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചിലരെ അവഗണിക്കേണ്ടി വരും. ഖുദിൽ ആഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ, വിട്ടുവീഴ്ച സ്വീകരിക്കുക, നന്മ കൽപ്പിക്കുക, ജാഹിലീങ്ങളെ അവഗണിക്കുകയും ചെയ്യുക. ചിലർ ജാഹിലീങ്ങളാണ്, വെറുതെ തർക്കിക്കുന്നവർ, താൻ വലിയവനാണ് എന്ന് കാണിക്കാൻ വേണ്ടി സംസാരിക്കുന്നവർ. അത്തരം ആളുകളുടെ അടുക്കൽ നമ്മുടെ എനർജിയും സമയവും കളയാൻ പാടില്ല. അതാണ് ഫഅരിദ് അമ്മൻ തവല്ല അൻ ദിക്രിന, നമ്മുടെ ദിക്റിനെ അവഗണിച്ചവരെ നബിയെ താങ്കളും അവഗണിക്കുക. വലം യുരിദ് ഇല്ലൽ ഹയാത്തദ് ദുനിയ, ഐഹിക ജീവിതമല്ലാതെ അള്ളാഹുവിനെയോ പരലോകത്തെയോ യാതൊരു നിലക്കും ഉദ്ദേശിക്കാത്ത, അങ്ങനെ ഒരു സ്വർഗനരകത്തെ ഉദ്ദേശിക്കാത്ത ആളുകളാണ്. അവരെ വിട്ടേക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. 30-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ذَلِكَ مَبْلَغُهُم مِّنَ الْعِلْمِ إِنَّ رَبَّكَ هُوَ أَعْلَمُ بِمَن ضَلَّ عَن سَبِيلِهِ وَهُوَ أَعْلَمُ بِمَنِ اهْتَدَى. ദാലിക, അതാകുന്നു, അഥവാ അൽ ഹയാത്തുദ് ദുനിയ, ഐഹിക ജീവിതം. ദാലിക മബ്ലഗുഹും, അവരുടെ മബ്ലഗ്, അവർ എത്തിപ്പെട്ട ഒരു അവസ്ഥ. മബ്ലഗ് എന്ന് പറഞ്ഞാൽ എത്തിപ്പെടുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു എമൗണ്ട്, ഒരു മുൻതഹ, ഒരു ടോട്ടൽ, അവസാനം, അതിനൊക്കെയാണ് മബ്ലഗ് എന്ന് പറയുക. ബലഗ യബ്ലുഗു ബുലൂഗൻ വ ബലാഗൻ. ബലഗ
യബുലുഗു എത്തിച്ചേരുക, ബുലൂഗൻ എത്തിച്ചേരൽ, വസല വൻതഹ ഒരു സ്ഥലത്ത് എത്തിച്ചേരുക. അതുകൊണ്ടാണ് ടോട്ടൽ എമൗണ്ടിന് നമ്മൾ മബ്ലഗ് എന്ന് പറയുന്നത് അറബിയിൽ. ഗായത്തു ഷൈഇ വ മുൻതഹ ഒന്നിൻ്റെ ഏറ്റവും അവസാനം അതിൻ്റെ ലക്ഷ്യം, അതിനും മബ്ലഗ് എന്ന് പറയും. അപ്പോൾ ദാലിക മബ്ലഗുഹും മിനൽ ഇൽമി അറിവിൽ നിന്ന് അവരുടെ ആകത്തുക ടോട്ടൽ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ദുനിയാവല്ലാതെ വേറൊന്നും അവർക്കറിയില്ല. ഈ ദുനിയാവിലെ ജീവിതമല്ലാതെ മറ്റൊന്നും അവർ ഉദ്ദേശിക്കുന്നുമില്ല. ഇന്ന റബ്ബക തീർച്ചയായും നിന്റെ രക്ഷിതാവ്, ഹുവ അവൻ, അഅലമു ഏറ്റവും അറിയുന്നവനാകുന്നു. അഅലമു അക്ബർ വസൻ അഫ്ആൽ, അഅലമു ആലിം എന്ന് പറഞ്ഞാൽ അറിയുന്ന ആൾ, അഅലം അങ്ങേയറ്റം അറിയുന്ന ആൾ. ഇന്ന റബ്ബക ഹുവ അഅലമു അല്ലാഹുവാകുന്നു നിന്റെ രക്ഷിതാവ്, അവനാകുന്നു ഏറ്റവും നന്നായി അറിയുന്നവൻ. ആരെക്കുറിച്ച്? ബിമൻ ളല്ല വഴിതെറ്റിയവനെക്കുറിച്ച്. ളല്ല യദില്ലു ളലാലൻ, ളല്ല യദില്ലു ളല്ലൻ വ ളലാല വഴിതെറ്റുക. അൻ സബീലിഹി അള്ളാഹുവിൻ്റെ സബീലിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവരെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ്. വഹുവ അഅലമു അവൻ തന്നെയാകുന്നു ഏറ്റവും നന്നായി അറിയുന്നവൻ. ബിമൻ ഇഹ്തദ സന്മാർഗം പ്രാപിച്ചവരെക്കുറിച്ചും. ഇഹ്തദ എന്ന് പറഞ്ഞാൽ ഹിദായത്ത് സ്വീകരിക്കുന്നതിനാണ്, ഹുദ സ്വീകരിക്കുന്നതിനാണ് ഇഹ്തദ എന്ന് പറയുക. ഇഹ്തദ യഹ്തദി ഇഹ്തിദാഅൻ, ഇഹ്തദ യഹ്തദി ഇഹ്തിദാഅൻ സന്മാർഗം സ്വീകരിക്കുക. അപ്പോൾ സന്മാർഗം സ്വീകരിക്കുന്ന ആളുകളെക്കുറിച്ചും വഴിതെറ്റുന്നവരെക്കുറിച്ചും അള്ളാഹുവിന് നന്നായി അറിയാം. ദാലിക മബ്ലഗുഹും മിനൽ ഇൽം അവരുടെ അറിവിൽ നിന്നുള്ള ആകത്തുക ദുനിയാവ് മാത്രമാണ്. ഇത് സത്യനിഷേധികളെക്കുറിച്ചും സത്യവിശ്വാസികളിൽ തന്നെ ദുനിയാവ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുകയും ദീന് പഠിക്കുന്നതിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ചില ആളുകൾക്ക് യഅലമൂന ളാഹിറം മിനൽ ഹയാത്തി ദുനിയ ഐഹിക ജീവിതത്തിലെ ബാഹ്യമായ ചില വിഷയങ്ങളിലുള്ള അറിവ് മാത്രമേ അവർക്കുള്ളൂ. ബഹുമാനിൽ ആഖിറതി ഹും ഗാഫിലൂൻ പരലോകത്തെക്കുറിച്ച് അവർ അങ്ങേയറ്റം അശ്രദ്ധരാണ്. പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ ഇല്ല, ദുനിയാവിനെക്കുറിച്ചുള്ള അറിവാണ്. നിങ്ങൾ നോക്കൂ, മുസ്ലിമീങ്ങളായ ആളുകളെ തന്നെ, അവിശ്വാസികളുടേത് പോകട്ടെ, മുസ്ലിമീങ്ങളിൽ തന്നെ മഹാഭൂരിപക്ഷത്തിനും ഈ ദുനിയാവിൽ ജീവിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ അറിവും അവർക്കറിയാം. ഒരു മൊബൈൽ ഫോൺ എങ്ങനെ യൂസ് ചെയ്യണം, അതിലെന്തെല്ലാം ആപ്ലിക്കേഷൻസുകളുണ്ട്, അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇൻ്റർനെറ്റിൽ ഒരുപാട് ഫീച്ചേഴ്സുകൾ, അങ്ങനെ തുടങ്ങി ഭൗതിക ലോകത്ത് ജീവിക്കാൻ ആവശ്യമായതൊക്കെ ചോദിച്ചാൽ അവരിൽ ചെറിയ കുട്ടികളും മുതിർന്നവരുമൊക്കെ വാചാലമായി സംസാരിക്കുകയും അതിനുവേണ്ടി അവർ ധാരാളം സമയം പണം കൊടുത്ത് ചെലവഴിച്ച് പഠിക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. വിദ്യാഭ്യാസ രംഗം തന്നെ നോക്കൂ നിങ്ങൾ. ദുനിയാവ് പഠിക്കാൻ വേണ്ടി എത്ര അധ്വാനമാണ്. വർഷങ്ങളോളം കുട്ടികളെ പഠിപ്പിക്കാൻ സ്കൂളിൽ പറഞ്ഞയക്കുന്നവർ എത്ര സമയം അവർ സ്കൂളുകളിൽ ചിലവഴിക്കുന്നു. അത് കഴിഞ്ഞ് ട്യൂഷനുകൾ, അതിന് എത്ര ഫീസ്, എത്ര വർഷം കൃത്യമായി ചിട്ടയോടുകൂടി പഠിപ്പിക്കുന്നു. എന്നാൽ ദീനീ പഠന സംരംഭങ്ങളിൽ 10 മിനിറ്റ് വൈകിയാൽ ദേഷ്യം പിടിക്കുന്ന രക്ഷിതാക്കൾ, ഫീസ് വർദ്ധിച്ചാൽ ദേഷ്യം പിടിക്കുന്നവർ, ആഴ്ചയിൽ ഒരു ക്ലാസ് വർദ്ധിച്ചാൽ ദേഷ്യം പിടിക്കുന്നവർ, മദ്രസയും സ്കൂളും ഒത്തു വന്നാൽ സ്കൂളിന് പരിഗണന കൊടുക്കുന്നവർ, അങ്ങനെ തുടങ്ങി ഓരോ ആളുകളും ചിന്തിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ പരലോകത്തിൽ വിശ്വസിക്കുന്നവരുടെ അവസ്ഥ പോലും ഇതാണെങ്കിൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ആകത്തുക ദുനിയാവ് ഈ ലോകം, അതിനപ്പുറത്ത് പരലോകത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം അശ്രദ്ധ കാണിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകളും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ, സൂറത്തുർ റൂമിലെ ആയത്താണ്. ഐഹിക ജീവിതത്തിലെ ബാഹ്യമായ ക്ഷണികമായ ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകാവുന്ന നശ്വരമായ ദുനിയാവിനെക്കുറിച്ച് അവർക്ക് നല്ല അറിവാണ്. വഹുമാനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, എന്നാൽ പരലോകത്തെ സംബന്ധിച്ച് അവർ വളരെ വലിയ അശ്രദ്ധയിലാണ്. സൂറത്തുൽ അംബിയ തുടങ്ങുന്നത് തന്നെ യഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യർക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുന്നു. യഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും അൻ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, ഗഫ്ലത്തിൽ
അങ്ങേയറ്റത്തെ അശ്രദ്ധയിൽ മുഴുകി ജീവിക്കുകയാണവർ. ഒരു ശ്രദ്ധയുമില്ല. ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു, നമ്മുടെ ജീവിതത്തെ അള്ളാഹു വിചാരണ ചെയ്യാൻ പോകുന്നു, അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധയില്ലാത്ത ആളുകൾ. ദുനിയാവാണ് അവരുടെ ലക്ഷ്യം. അതാണ് വലം യുരിദ് ഇല്ലൽ ഹയാത്ത ദുനിയ, ഐഹിക ജീവിതമല്ലാതെ മറ്റൊന്നും അവരുടെ ഇറാദത്തായി ഉദ്ദേശമായിട്ടില്ല. ദാലിക മബ്ലഗുഹും മിനൽ ഇൽം, അറിവിൽ നിന്ന് അവർക്ക് ലഭിച്ച ആകത്തുക ദുനിയാവുമായി ബന്ധപ്പെട്ട അറിവുകളാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാഫി ആയ ഇൽമ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അവൻ്റെ മതത്തിൽ അള്ളാഹു നമുക്ക് അറിവ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു പറയുന്നു, ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലി, തീർച്ചയായും നിൻ്റെ രക്ഷിതാവിനറിയാം ബിമൻ ളല്ല അൻ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവർ ആരൊക്കെയാണ് എന്ന്. ആരൊക്കെ ഹിദായത്ത് സ്വീകരിക്കാതെ തെറ്റിപ്പോയി നരകത്തിൽ പോകുമെന്ന് അള്ളാഹുവിന് മുൻകൂട്ടി അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ളലാലത്ത് നിശ്ചയിച്ചവർ അവർക്കൊരിക്കലും ഹിദായത്തിലേക്ക് പോകാൻ കഴിയില്ല. കാരണം അള്ളാഹു മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു ആരൊക്കെയാണ് ഹിദായത്തിൻ്റെ വഴി സ്വീകരിക്കുക. വഹുവ അഅലമു ബിമൻ ഇഹ്തദ, ആരൊക്കെയാണ് സന്മാർഗം സ്വീകരിക്കുക എന്ന് അള്ളാഹുവിന് നേരത്തെ തന്നെ അറിയാം. ഒരാളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന വ്യക്തി നരകത്തിലാണെന്ന് അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയാൽ അയാൾ ഒരിക്കലും സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല. ഇന്ന വ്യക്തി സ്വർഗത്തിലാണെന്ന് ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നരകത്തിലും പോകാൻ പോകുന്നില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ അറിവ് തെറ്റുകയില്ല. അതുകൊണ്ട്. എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ ഇൽമ് തെറ്റിപ്പോവില്ല. അപ്പോൾ അള്ളാഹു തൻ്റെ അറിവിലൂടെ ഒരാൾ നരകത്തിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതങ്ങനെയല്ല പിന്നെ സംഭവിച്ചതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന് അബദ്ധം പറ്റി, അള്ളാഹുവിൻ്റെ ധാരണ തെറ്റിപ്പോയി. തആലല്ലാഹ്, അള്ളാഹു അതിൽ നിന്നൊക്കെ എത്രയോ ഉന്നതനാണ്. അള്ളാഹുവിന് ഒരിക്കലും തെറ്റിപ്പോവുകയില്ല. ലാ യദില്ലു റബ്ബി, എൻ്റെ റബ്ബിന് തെറ്റിപ്പോവില്ല. വലാ യൻസ, അള്ളാഹുവിനോട് മറന്നു പോവുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇൽമിലേക്ക് വലാലത്ത്, ഒരാൾ വലാലത്തിലാണ് എന്നുള്ളത് അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നു എന്ന് നമുക്ക് പറഞ്ഞു തന്നത് മനുഷ്യർക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലി, അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്ന നരകാവകാശികളെക്കുറിച്ച് അള്ളാഹുവിനറിയാം. വഹുവ അഅലമു ബിമൻ ഇഹ്തദാ, സന്മാർഗം പ്രാപിക്കുന്ന ആളുകൾ ആരാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നന്നായി അറിയാം. അപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ എത്ര ഉപദേശം കേട്ടിട്ടും നന്നാവാത്തവരാണെങ്കിൽ അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ച് കളയുന്നതാണ്. ഇന്നല്ലദീന കഫറു സവാഉന അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ, സത്യനിഷേധികൾ അവരെ താക്കീത് ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അങ്ങനെയുള്ളവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു മുദ്ര വെച്ച് കളയുന്നതാണ്. വ അലാ സമഇഹിം, അവരുടെ കാതുകളിലും, വ അലാ അബ്സാരിഹിം ഗിശാവ, അവരുടെ കണ്ണുകളിലുമുണ്ട് ഒരുതരം അടപ്പ്. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അപ്പോൾ ചില ആളുകളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു മുദ്ര വെക്കുന്നത് അറിവോടുകൂടിയാണ്. ഖതമല്ലാഹു ബിഇൽമിഹി എന്നാണ്. അള്ളാഹു അവരെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ് അവരുടെ ഹൃദയത്തിന് മുദ്ര വെക്കുന്നത്. അല്ലാതെ നല്ല മനുഷ്യനായി ജീവിക്കാൻ സാധ്യതയുള്ള ഒരാളെ അയാൾ നന്നാവണ്ട എന്ന് കരുതി അയാളുടെ ഹൃദയത്തിന് അള്ളാഹു മുദ്ര വെക്കുകയില്ല. മറിച്ച് വഴിതെറ്റി നരകത്തിലേക്ക് പോകുന്ന, ഒരിക്കലും സത്യവിശ്വാസം സ്വീകരിക്കാത്തവരെക്കുറിച്ച് അള്ളാഹുവിനറിയാം. സന്മാർഗം പ്രാപിക്കുന്നവരെക്കുറിച്ചും അള്ളാഹുവിനറിയാം. അങ്ങനെയുള്ള ആളുകളെ ജീവിതകാലം മുഴുവൻ അവർ സത്യനിഷേധത്തിലാണെങ്കിലും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകും. അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് ജൂതനായ ഒരു കുട്ടി മരിക്കാൻ കിടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ അടുത്ത് ചെന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ഉപ്പയെ നോക്കി. ജൂതനാണ് പിതാവ്, എന്നാലും അദ്ദേഹത്തിന് സത്യമറിയാം. അയാളൊരു പക്ഷേ അത് സ്വീകരിക്കാൻ തയ്യാറല്ല. പക്ഷേ തൻ്റെ മകൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ കുട്ടിയോടുള്ള വാത്സല്യം, സത്യമറിയാം. അതുകൊണ്ട് പറഞ്ഞത് അത്യ അബൽ ഖാസിം, അബുൽ ഖാസിം പറയുന്നതിനെ അനുസരിച്ചോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞോന്ന് ഉപ്പ അടുത്തുനിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മകന്. അങ്ങനെ ആ മകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, ജൂത കുടുംബത്തിൽ ജനിച്ച് ജൂതനായി വളർന്ന്, പക്ഷേ
ആ അവസാന നിമിഷത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി. കാരണം വഹുവ അഅലമു ബിമനിഹ്തദ, സന്മാർഗം പ്രാപിക്കുന്ന നല്ല മനസ്സുള്ളവരെക്കുറിച്ച് അള്ളാഹുവിനറിയാം. ആ നല്ല ഹൃദയമുള്ളവരെ അവർ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകും. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ഏതോ അവസ്ഥകളിൽ കഴിഞ്ഞ ആളുകൾ വരെ ചില സുപ്രഭാതങ്ങളിൽ അവർ ഇസ്ലാമിലേക്ക് വരുന്നത്, അത്ഭുതകരമായി ഇസ്ലാമിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. അവർ ഇസ്ലാമിലേക്ക് വരുന്ന കഥകൾ കേട്ടാൽ ചെറിയ നിസ്സാരമായ കാരണങ്ങളാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ സബബുകൾ സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ് അവരെ കൊണ്ടുവരുന്നത്. എന്നാൽ നിരന്തരമായ വയലും ഖണ്ഡനമണ്ഡനവും വാദപ്രതിവാദവും കേട്ടിട്ട് ഇപ്പുറത്തിരിക്കുന്ന ഒരു വ്യക്തി മാറാതിരുന്നേക്കാം. എന്നാൽ ഇതൊന്നും കേൾക്കാതെ എവിടെയോ നിൽക്കുന്ന ആൾ ഒരു ചെറിയ ലഘുലേഖ വായിച്ചതായിരിക്കും. അവർ ഇസ്ലാം സ്വീകരിക്കുന്നതും കാണാം. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? റഹ്മാനായ റബ്ബിന് ഓരോ മനുഷ്യനെക്കുറിച്ചും അറിയാം, അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ചറിയാം. ഹൃദയത്തിൽ അഹങ്കാരമില്ലാതിരിക്കുക എന്നതാണ് സത്യവിശ്വാസം ലഭിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത്. മനസ്സിൻ്റെ ശുദ്ധിയും മനസ്സിൻ്റെ നിഷ്കളങ്കതയും. മനസ്സ് നിഷ്കളങ്കമാണെങ്കിലും ചിലർ തെറ്റ് ചെയ്തേക്കാം, പക്ഷെ അവരുടെ മനസ്സ് നിഷ്കളങ്കമാണെങ്കിൽ അള്ളാഹു അവർക്ക് ഹിദായത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കും. എന്നാൽ ഹൃദയത്തിൽ കളങ്കമുണ്ടെങ്കിൽ, കിബറുണ്ടെങ്കിൽ അത്തരം ആളുകൾ സന്മാർഗത്തിൽ നിന്ന് തടയപ്പെടുകയും ചെയ്യും. അള്ളാഹു നാമേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 4 വചനങ്ങളിലൂടെ വളരെ വലിയ ആശയങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഊഹത്തെ ഒഴിവാക്കാനും പ്രമാണങ്ങളെ പിൻപറ്റിക്കൊണ്ട് സത്യവിശ്വാസം സ്വീകരിക്കുവാനും പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ആ പരലോകത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് യഥാർത്ഥ അറിവ് എന്നുമൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.